നമസ്കാരം. പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതാണെന്നറിയാം, എന്താണ് വിശേഷം എന്നറിയാം, എന്നാലും ഞങ്ങൾ ഒന്നുകൂടി പറയാം അല്ലേ. ഇന്ന് 15 തിരുവോണം. മലയാള ഭാഷ ചിങ്ങം 30 തിരുവോണം. ചിങ്ങത്തിന്റെ അവസാനം തിരുവോണം അല്ലേ. തിരുവോണ വിശേഷങ്ങളെല്ലാം തിരുവോണം ആഘോഷിക്കുകയാണ്, ഞങ്ങൾക്കറിയാം. ആഘോഷിക്കട്ടെ. ആഘോഷം എപ്പോഴൊരു സന്തോഷമാണല്ലോ. എല്ലാവരും ഒത്തുകൂടുന്നു, എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. സ്നേഹം, സന്തോഷം, സദ്യ, വടംവലി എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നു. ഓണക്കോടി എല്ലാം അടിപൊളി. അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക, പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, എല്ലാം ചെയ്യുക. അപ്പൊ ഓണം നല്ല അടിച്ചു പൊളിക്കുക. ഇന്ന് ഓണത്തിന്റെ വിശേഷങ്ങളും ഓണത്തിന്റെ ആശംസകളും ഞങ്ങളുടെ യൂട്യൂബിന്റെ വക എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അതേസമയം തന്നെ ഓണത്തിന് ജോലിക്ക് പോകുന്ന നിരവധി ആളുകൾ ഞങ്ങളെ പോലെ ഉണ്ട്. അവരും ഓണം ആഘോഷിക്കുന്നുണ്ട്. അവരുടെ സേവനങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. KSRTC ഡ്രൈവർമാർ, ആശുപത്രിയിലെ ഡോക്ടർമാർ, നേഴ്സുമാർ, പോലീസുകാര്, മാധ്യമപ്രവർത്തകര്, അങ്ങനെ നിരവധി ആളുകൾ ഇന്ന് അവരുടെ വർക്ക് സ്പേസിലും ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പം അവരുടെ സേവനത്തിൽ നമ്മൾ ഇച്ചിരി കൂടെ വില കൽപ്പിക്കണം, ഇച്ചിരി അധികം വില കൽപ്പിക്കണം അല്ലേ. ഡോക്ടർമാർ, നഴ്സുമാര് നമ്മളെല്ലാവരും ആഘോഷിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആഘോഷിക്കുന്നു, സന്തോഷിക്കുന്നു. അപ്പൊ അവര് അവരുടെ ജോലി സ്ഥലത്ത് കുറെ കഷ്ടപ്പാടിനുള്ളിൽ അവര് സന്തോഷിക്കുന്നു. അപ്പൊ അവർക്കും ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, പ്രത്യേക ഓണാശംസകൾ അല്ലേ. എന്റെ മാത്രം പറയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം എയിംസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇന്നലെ വിട്ടുകൊടുത്തു. നിരവധി ആളുകളാണ് ഇന്നാണ് വിട്ടുകൊടുക്കുന്നത് കേട്ടോ, സോറി. നിരവധി ആളുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ശരീരം കാണാൻ വേണ്ടി എത്തി. നമ്മുടെ കേരളത്തിൽ വിലാപയാത്രയായിട്ടായിരുന്നു കൊണ്ടുപോയിരുന്നത്. അത് ഒരു പാർട്ടി സംഘടനകളുടെ ബേസിലല്ല, നിരവധി ആളുകളാണ്, നിരവധി പാർട്ടി നോക്കാതെ തന്നെയാണ് പലരും കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ നിന്നും പി സതീദേവി, TM തോമസ്, KK ശൈലജ, CS സുജാത, PK ശ്രീമതി, VN വാസവൻ, EP ജയരാജൻ, P രാജീവ്, MV ഗോവിന്ദൻ, N കൃഷ്ണദാസ്, KK രാഗേഷ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, M ഗോവിന്ദൻ, M ബേബി, കേരളത്തിൽ നിന്നും ഇത്രയും നേതാക്കൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പോയി. അതോടൊപ്പം തന്നെ ശരത് പവാർ, അഖിലേഷ് യാദവ്, ഹമീദ് അൻസാരി, സോണിയാഗാന്ധി, പ്രൊഫസർ GN സായിബാബ, അങ്ങനെ നിരവധി പാർട്ടി നോക്കാതെ നിരവധി ആളുകൾ, രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, എല്ലാവരും തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തി. അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിച്ചു. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. പോരാട്ടം ഇനിയും. അദ്ദേഹത്തിന്റെ പിന്തുണകളിലായി ജനങ്ങളിലൂടെ എന്ന് പറഞ്ഞ് CPM പൊളിറ്റിക് ബ്യൂറോ അംഗങ്ങളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇനി മരിക്കുന്നില്ല, അദ്ദേഹം ഒരിക്കലും മരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇനിയും ഈ പ്രവർത്തകരിലൂടെ, ഈ സഖാക്കളിലൂടെ ഇനിയും ജീവിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യ എന്ന ആശയത്തെ കാത്തു സൂക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് ഊർജ്ജമേകുന്ന അമരസ്മരണീയമായി സീതാറാം യെച്ചൂരി. അനീതിക്കും അസമത്വത്തിനുമെതിരെ അനുസ്യൂതം പോരാടിയ വിപ്ലവ നക്ഷത്രം ഇനി ജ്വലിക്കുന്ന ഓർമ്മകൾ മാത്രം. ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തിനും ആശയ ലോകത്തിനും അസാധാരണ വെളിച്ചം പകർന്ന ജീവിതത്തിനാണ് പൂർണ്ണ വിരാമമായത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് രാജ്യം വികാര നിർഭരവും വീരോചിതവുമായ യാത്രയയപ്പ് നൽകി. ആയിരങ്ങളുടെ അന്ത്യാഞ്ജലിക്ക് ശേഷം മൃതദേഹം വൈദ്യ പഠനത്തിനായി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിലേക്ക് അനാട്ടമി വിഭാഗത്തിന് കൈമാറി. 3 വർഷം മുമ്പ് യെച്ചൂരിയുടെ അമ്മ കൽപ്പകത്തിന്റെ മൃതദേഹവും പഠനത്തിനായി എയിംസിലേക്ക് വിട്ടുകൊടുത്തിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ മൃതശരീരം എന്താണെങ്കിലും എയിംസിലേക്ക് കൈമാറി എന്നാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം അത് തന്റെ അവസാനത്തെ ശ്വാസം അല്ല, അവസാനം വരെ ഉള്ളത് അദ്ദേഹം കൊടുത്തു. അതെന്താ പറയുന്നത്, നമ്മൾ സാധാരണ പറയുന്നത് എന്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും എന്ന് പറയുന്ന ഒരുപാട് നേതാക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അവസാന ശ്വാസവും കഴിഞ്ഞ് അതും ഇങ്ങനെ എന്താ കൊടുക്കാൻ അദ്ദേഹത്തിനൊന്നും ഇല്ല. അത് നമ്മൾ വലിയൊരു കാര്യമാണ്. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. അദ്ദേഹത്തിന് പറ്റുന്നത്രോളം അദ്ദേഹം ചെയ്ത് കൊടുത്തു എന്നുള്ളത് വേദനാജനകമായ, അല്ലെങ്കിൽ സന്തോഷം എന്നല്ല, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റേണ്ടതല്ല അദ്ദേഹം ചെയ്ത് തീർത്തു എന്നുള്ളതാണ്. വളരെ സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഇത് ഇപ്പം നമ്മുടെ അവിടെ മാത്രമല്ല, കേരളത്തിലൊട്ടാകെ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ അനുസ്മരണങ്ങൾ നേരുന്നുണ്ടായിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ യെച്ചൂരിക്ക് നാടാകെ അന്ത്യാഭിവാദനം നൽകി
പാല, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, കടുത്തുരുത്തി, തലയോലപ്പറമ്പ്, വൈക്കം, കോട്ടയത്തെ ഈ മിക്ക സ്ഥലങ്ങളിലും തന്നെ നിരവധിയായ സംഘടനകൾ അവരുടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കൂടിച്ചേർന്നു. അതുപോലെ നേപ്പാൾ മുൻ പ്രധാനമന്ത്രിയും ആദരവർപ്പിച്ചവരുടെ. അതെ അതെ, അതായത് നിരവധി ആളുകൾക്ക് ഒരു നല്ല നേതാവിനപ്പുറം സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം തന്നിട്ടുള്ള കുറെ ഇതുണ്ട്, സ്കില്ലുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അദ്ദേഹത്തെ ഇത്ര പ്രമുഖൻ, അതായത് സ്വീകാര്യനാക്കിയതെന്ന് വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ, അദ്ദേഹത്തിന്റെ പ്രതികരണ ശേഷി, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതായിരിക്കാം അദ്ദേഹത്തിന് ഒരു പക്ഷെ ഇവരുടെ എല്ലാം ഇടയ്ക്ക് ഒരു നേതാവ് എന്ന നിലയിൽ എത്തിയിട്ടുള്ളത്. ഒരു നേതാവിന് വേണ്ട എല്ലാ ക്വാളിറ്റികളും തികഞ്ഞ ഒരു വ്യക്തിയായിരിക്കും യെച്ചൂരി സാർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്ര സ്വീകാര്യത ലഭിച്ചിട്ടുള്ളത്. ജനങ്ങളെ മനസ്സിലാക്കുക, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു നേതാവിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് യെച്ചൂരി സാറിന് എന്താണെങ്കിലും ഉണ്ട്. അത് 30-ാം വയസ്സിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ചരിത്രം കുറിക്കാൻ സാധിച്ചിട്ടുള്ള പല തീരുമാനങ്ങളും പറ്റിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു വിയോഗം ഒരു പക്ഷേ എങ്ങനെ അത് താരതമ്യപ്പെടുത്താമെന്ന് എനിക്കറിയില്ല. അതായത് ആ ഒരു വിടവ് എങ്ങനെ നികത്താമെന്ന് ഭയങ്കര ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതുപോലൊരു ജനറൽ സെക്രട്ടറി ഇനി ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് അല്ലെ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഇനി CPM-ലോ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുണ്ടോ എന്നുള്ളത് വരെ, കാരണം അത്രമുണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ. അതാണ് ഇപ്പോ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മകളായി മാത്രം അവസാനിച്ചുകൊണ്ട് യെച്ചൂരി സാർ വിടവാങ്ങി. അദ്ദേഹത്തിന്റെ ശരീരവും അങ്ങനെ എയിംസിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്കെന്നാൽ പോകാം അല്ലേ? ഇന്ന് നമ്മൾ ഓണമായതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് വലിയ വലിയ പ്രധാനപ്പെട്ട വാർത്തകളൊന്നുമില്ല. പിന്നെ യെച്ചൂരി സാറ് മാത്രമാണ് നമുക്ക് പ്രധാനപ്പെട്ട വാർത്തയായിട്ട്. ഓണത്തില് പല ജില്ലയിൽ നടന്ന കുറെ ഓണാഘോഷ പരിപാടികളെ കുറിച്ചൊക്കെയാണ്. എന്തൊക്കെയാണെങ്കിലും മലയാളികൾക്ക് നമുക്ക് എത്ര ദുരന്തം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ദുരന്തങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും മലയാളികൾ ഓണം ആഘോഷിക്കാത്ത ഒരു വർഷം പോലും ഇല്ലല്ലേ. പ്രളയത്തിന് പോലും ആരും ഒന്നും നോക്കാതെ, അതായത് നാനാജാതി മനസ്തർ മതമോ കാര്യമോ ഒന്നും നോക്കാതെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് ഓണം. അതെ, അതായത് കർക്കിടക ഒരു പഞ്ഞമാസമാണെന്ന് പറഞ്ഞിട്ട് ചിങ്ങം വരുമ്പോഴത്തേക്ക് കേട്ടിട്ടില്ലേ? ചിങ്ങം വരുമ്പോഴത്തേന് എല്ലാരും ഭയങ്കര കാത്തിരിക്കും. ഓണം വരികയല്ലേ, പുതിയൊരു പ്രതീക്ഷയാണ് എല്ലാരും ഈ ചിങ്ങം 1-ാം തീയതി പിറക്കുമ്പോൾ കരുതി ഇരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഓണത്തിന്റെ ആഘോഷങ്ങൾ തകർക്കുക തന്നെയാണ്. ഇന്നലെ നമ്മളെ ഉത്രാടപ്പാച്ചിലല്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉത്രാടപ്പാച്ചില് അതിഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ തിരക്കാണ് കടകളിലെല്ലാം. പിന്നെ കച്ചവടങ്ങളെല്ലാം ഭയങ്കര പൊടി പൊടിക്കുന്നത്, പൂക്കള്, തുണിക്കടകള്. അതെ, ഞാൻ ഇന്നലെ നല്ല ബ്ലോക്കാണ്. എന്നാൽ പോലും റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു തിരക്ക് വന്നിട്ടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. വയനാടിന്റെ ദുരന്തം കാരണം കുറച്ചതാവാനാണ് സാധ്യത കൂടുതൽ. എന്താണെങ്കിലും അത് ഭയങ്കരമായിട്ടുള്ളൊരു ഓണാഘോഷത്തിന്റെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മളെല്ലാരും സ്കൂളിൽ ഓണാഘോഷം ആഘോഷിക്കാറുണ്ട്, സ്കൂളിലും കോളേജിലും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ വേറിട്ടൊരു ഓണാഘോഷം നമ്മുടെ സെന്റ് കുര്യാക്കോസ് സ്കൂളിലെ കുട്ടികൾ നടത്തിയത്. അതായത് ഓണക്കിറ്റുകള് സ്കൂളിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാതെ അവര് സ്കൂളിലെ ഒരു കൂട്ടം കുട്ടികളും അധ്യാപകരും നിർധനരായവർക്ക് വേണ്ടി ഓണം ആഘോഷിക്കാനുള്ള ഓണക്കിറ്റുകൾ എത്തിച്ചു. അതായത് അവർ ഓണം ആഘോഷിക്കാതെ മറ്റുള്ളവർ ആഘോഷിക്കട്ടെ എന്ന ഒരു മനസ്സോടെ കൂട്ടിച്ചേർത്ത് അവര് കിറ്റൊക്കെ വാങ്ങിച്ച് നിർധനരായിട്ടുള്ള കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഘോഷം. സാധാരണ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു 2-3 ആഴ്ച മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യും, നമുക്ക് ഡ്രസ് കോഡ് ഇത് വേണം, ഗേൾസിന് ഒരു കളർ, അല്ലെങ്കിൽ 10th ക്ലാസ്സിന് ഒരു കളറ്, 9th ക്ലാസ്സിന് ഒരു കളറ്, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇവര് ഈ സെന്റ് കുര്യാക്കോസ് സ്കൂളിലെ കുട്ടികൾ എന്ന് വെച്ചാൽ അവർ ഓണാഘോഷം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതൊരു വേറിട്ട ഒരു ഓണാഘോഷമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്താണെങ്കിലും പൊന്നോണം നല്ലോണം മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന സങ്കല്പത്തിൽ മഹാബലി നാട് വേണ നല്ല കാലത്തിന്റെ ഓർമ്മകളിൽ ഇന്നും പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ ദിനം
ഓണവിഭവങ്ങളും സദ്യകളും പായസവും ഒരുക്കാനുള്ള ഓട്ടപ്പാച്ചിലും വൈകുന്നേരത്തോടെ പൂർത്തിയാക്കി ഏവരും ഇന്ന് ഓണം ആഘോഷിക്കും. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലായിരുന്നു ഓരോരുത്തരും. വയനാട്, അതായത് നമ്മൾ ഈ വർഷം നേരിട്ട ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ് നമ്മുടെ വയനാട് ദുരന്തം. ആ വയനാട് ദുരന്തത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓണനാളില് നിരവധി കാര്യങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആഘോഷം തന്നെയാണ്. എന്നാൽ പോലും നമ്മൾ വയനാടിന് വേണ്ടി സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ എന്താണെങ്കിലും ഓണം ആഘോഷിക്കുന്നത്. ആ ഓണാഘോഷത്തിന്റെ ഇത് അത്ര ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഒരു പാർട്ട് തന്നെയാണ് അവര്. അതെ അതെ. മുഖ്യമന്ത്രിയുടെ ഓണാശംസകളിൽ, ജനങ്ങൾക്ക് നൽകിയ ഓണാശംസകളിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിജീവനത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് ഓണം ആഘോഷിക്കാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അത് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാകും. കാരണം എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മുടെ ആ ഒരു അതിജീവനത്തിന്റെ നാളുകളാണ്. ഇനി അവരെ ഒപ്പം നിർത്തേണ്ട സമയമാണ്, അവർക്ക് വേണ്ടി ഒപ്പം ചെയ്യേണ്ട സമയമാണ്. അപ്പം നമ്മൾ ഓണം ആഘോഷിക്കും, അതോടൊപ്പം തന്നെ നമ്മൾ വയനാടിനെ നമ്മുടെ ഒപ്പം തന്നെ കൊണ്ടുവരും. നമ്മുടെ തന്നെ നാടാണല്ലോ, നമ്മുടെ ആളുകളാണ്, നമ്മുടെ തന്നെ സഹോദരങ്ങളാണ്. അവരെ നമ്മൾ ഒരുമിച്ച് നിർത്തും. തീർച്ചയായിട്ടും എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും വലിയൊരു ദുരന്തത്തെ അതെ അതെ. പ്രളയത്തിന് പോലും നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. അതായത് എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഓണാഘോഷം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഓണത്തിന്റെ സമയത്തായിരുന്നു പ്രളയം വന്നത് തന്നെ. ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആയിട്ട് ഓണത്തിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് പ്രളയം വന്നത്. എന്നിട്ട് ആ ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പല പരിപാടിയൊക്കെ ആയിട്ട് കൊടുത്തു. നമ്മള് പല പരിപാടികൾക്ക് വേണ്ടി അന്ന് ഓണാഘോഷം ഞങ്ങൾ ചെയ്തു. ക്ലബ്ബ് പൈസ പിരിച്ചു, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചത്. പൈസ പിരിച്ച് കഷ്ടപ്പെട്ടവരുടെ അടുത്തോട് അത് നമുക്ക് ഇപ്പോഴും ഉണ്ട്. എന്തൊക്കെ വേർതിരിവുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ജനതകളാണ് നമ്മൾ. അതുകൊണ്ട് ഭയങ്കര സന്തോഷം, അതിനൊക്കെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്താണെങ്കിലും ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കുക, അതോടൊപ്പം തന്നെ നമ്മള് ഇവിടെ കഷ്ടപ്പെടുന്നവരെ കൂടെ നിർത്തുകയും ചെയ്യുക. അത് തന്നെയാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശവും. എല്ലാ പ്രജകളെയും കാണാൻ മഹാബലി വരുമ്പോ പ്രജകളെല്ലാം ഒരുപോലെ സന്തോഷത്തോടെ നിൽക്കട്ടെ, അത് ഒരുപോലെ തന്നെ നിൽക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ആറന്മുള പാർത്ഥസാരഥിക്കുള്ള തിരുവോണത്തോണി ഇന്ന് രാവിലെ ആറന്മുള ക്ഷേത്രത്തിൽ എത്തി. അന്ന് ഞാൻ ചോദിച്ചായിരുന്നു ഈ വെള്ളം അന്ന് പോയി കഴിഞ്ഞാൽ എന്നാ എത്തുന്നത്. അപ്പൊ അത് ഇന്ന് രാവിലെയാണ് റിപ്പോർട്ട് ചെയ്തത്. വെള്ളം പോയതിനെ പറ്റി നമ്മൾ അതായത് ഉത്രാടം നാളായ ഇന്നലെയാണ് തോണി പുറപ്പെട്ടത്. ഇന്നലെയാണ് നമ്മൾ ഇന്നലെയല്ലോ, മിനിങ്ങാന്നായിരുന്നു. കുമരകത്തുനിന്ന് വെള്ളമല്ലേ? അത് തന്നെ, അത് ഇന്നലെയാണെന്നാണ് മനോരമ പറഞ്ഞിരിക്കുന്നത്. അതായത് കെടാവിളക്കിൽ തെളിയിക്കാനുള്ള ദീപവുമായി തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രത്തിലെത്തി. അതായത് സദ്യക്ക് വേണ്ടി കുമാരനെല്ലൂരിൽ അത് സാധനങ്ങൾ കൊണ്ടുപോയത്. ഇതെന്താന്ന് വെച്ചാല് അടുത്ത ഓണാഘോഷം വരുന്നത് വരെ വിളക്ക് കെടാതെ കത്തിക്കാനുള്ള എണ്ണയും കൊണ്ടാണ് ഇവര് വരുന്നത് ഈ തിരുവോണത്തോണിയില്. അപ്പം അവിടെ തിരി അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതായത് അടുത്ത ഓണം വരുമല്ലോ, അതുവരെ ഈ ഇങ്ങനെ കത്തി നിൽക്കണം എന്നാണ് പറയുന്നത്. ബദ്രീനാഥ് സിനിമയിൽ കണ്ടിട്ടുണ്ടോ? മറ്റേ 6 മാസം ഇങ്ങനെ, അതായത് കെടാവിളക്ക് എന്ന് പറയില്ലേ? മനസ്സിലായി. എന്താണെങ്കിലും നല്ല കുറെ ഓണത്തിനാണ് ഇതുപോലത്തെ കുറെ സംസ്കാരങ്ങളെ പറ്റി നമ്മൾ അറിയുന്നല്ലേ. പല സ്ഥലങ്ങളിലും, ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ പോലും, ചെറിയ ആറന്മുളയല്ലേ ഉദ്ദേശിച്ചത്, നമ്മുടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഇതുപോലത്തെ കുറെ സംസ്കാരവും വിശ്വാസവും ഒക്കെ ഉണ്ട്. സത്യം ചിലർ പറയും വിശ്വാസം എന്താണെന്നുള്ളത്, പക്ഷെ നമ്മുടെ ഒരു സംസ്കാരവും ഒരു വിശ്വാസമൊക്കെയാണ് ചിലപ്പോൾ കേരളത്തിന് അത്ര ഒരു ഭംഗി തരുന്നത് തോന്നുന്നുണ്ട്. ചില സമയത്തൊക്കെ ആ ഒരു പ്രത്യേക ഭംഗി തരുന്നത് ഇതുപോലത്തെ ഉള്ള കെടാവിളക്കും ഈ വള്ളത്തിൽ കൊണ്ടുപോകുന്ന അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഓർമ്മകൾ നൽകും. ഇനി പറഞ്ഞു കൊടുക്കാൻ പിന്തുടർന്നു വന്ന ഒരു ആചാരമല്ലേ? അതെ അതെ, അതൊക്കെ ഭയങ്കര നല്ല കേരളത്തിന്റെ ഒരു ഭംഗി ഇതിലൊക്കെ തന്നെയാണ്. എന്താണ് നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട വാർത്തയൊക്കെ പോവുകയാണെങ്കിൽ അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ അമേരിക്കൻ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് 2 കക്ഷികളാണ്. നമ്മുടെ കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും. ഇവർ രണ്ടുപേരും ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമല ഹാരിസിന് ഇച്ചിരി ലീഡ് കൂടുതൽ നിൽക്കുന്നുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു ഇവർ രണ്ടുപേരും ജയിക്കാൻ യോഗ്യരല്ല. 2 തിന്മകളിൽ ചെറുതിനെ തിരഞ്ഞെടുക്കുകയാണ് മാർപ്പാപ്പ. രണ്ടുപേരും രണ്ട് പേരെന്നല്ല, 2 പേരുടെ ആശയങ്ങൾ ഒരു പക്ഷെ തിന്മകളിലേക്കായിരിക്കും വരുന്നതും ആ തിന്മകളിൽ ഏറ്റവും ചെറിയ തിന്മ ഏതാണ്
അതിനെ നമുക്ക് തെരഞ്ഞെടുക്കാമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇരു സ്ഥാനാർത്ഥികളും വിമർശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ രംഗത്തെത്തി. കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും ജീവിതത്തിൽ എതിരാണെന്നും രണ്ടും തിന്മകളിൽ ചെറുതിനെ തെരഞ്ഞെടുക്കുകയാണെന്നും ഉചിതമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ സന്ദർശിച്ച് വത്തിക്കാനിൽ മടങ്ങവെ വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ. ഒരാൾ കുടിയേറ്റക്കാരെ കൈവിടുന്നു, മറ്റൊരാൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. രണ്ടും ജീവിതത്തിന് എതിരാണ്. ഇതിൽ ആര് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുക എന്നായിരുന്നു മാർപ്പാപ്പയുടെ പരാമർശം. മനസ്സിലായത്? അതായത് രണ്ടുപേരുടെ സ്റ്റേറ്റ്മെന്റ്, ഒരാൾ ഈ അഭയാർത്ഥി മറ്റു രാജ്യങ്ങളിൽ നിന്ന് കയറി വരുന്നവരെ എതിർത്ത് സംസാരിക്കുന്ന വ്യക്തികളായിരുന്നു. മറ്റൊരു പക്ഷം ഗർഭചിത്രം, മറ്റേ അബോഷന് വേണ്ടി ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമങ്ങളൊക്കെ കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ ഒത്തിരി നിയമം കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ രണ്ടും ഒരുപക്ഷെ തെറ്റാണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. യോഗ്യതയില്ല എന്നല്ല, ഇതിലെ ഏറ്റവും ചെറിയ തിന്മ ഏതാണോ ആ തിന്മ ചെയ്യുന്ന ആളെ സപ്പോർട്ട് ചെയ്യാന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. അതായത് ഇതിന്റെ പേരിൽ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ തിന്മയിൽ ഏറ്റവും ചെറുതാരാണ് ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. അത് നമ്മുടെ യൂത്തിൽ ചെയ്യുക. ഗർഭചിത്രവും തെറ്റാണ് എന്ന് പറയുന്ന ഒരു സമൂഹം നമ്മുടെ കൂടെ ഉണ്ട്, ശരിയാണെന്ന് പറയുന്ന സമൂഹമുണ്ട്. അതായത് ഇതിൽ ഏതാ ശരി എന്നുള്ളത്, അതായത് എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഗർഭചിത്രത്തിന് അനുവദിക്കുകയുള്ളൂ എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സാറ എന്ന് പറയുന്നത്, മലയാളത്തിൽ തന്നെ നമ്മുടെ സാറ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ അതിനെപ്പറ്റി ഒത്തിരി ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. നമ്മുടെ ബോഡിയിലാണല്ലോ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം ഗർഭചിത്രം ഇപ്പോഴും ഗർഭചിത്രം ഇല്ലീഗലായിട്ട് കൊണ്ടു നടക്കുന്ന പല ഇന്ത്യയുണ്ട്. ഇനി അതും ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് എതിരാണെന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ചിലരെന്ന് പറഞ്ഞാലും ജെൻഡർ നോക്കിയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതൊരു തെറ്റാണ് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ ലഘൂകരിച്ച് കാണാതെ, അതായത് നിയമമായിട്ട് കൊണ്ടുവരിക്കാനുള്ള പരിശ്രമമൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സമൂഹത്തിൽ ഗർഭചിത്രം വേണ്ട എന്നുള്ളൊരു രീതിയിലുള്ള സംസാരമൊക്കെ വരുന്നുണ്ട്. അതേസമയം തന്നെ കുടിയേറ്റക്കാരെ നിരുത്സാഹപ്പെടുത്തുന്നത്, അവരെ തടയുന്നതും മറ്റൊരു തെറ്റാണ്. അതായത് ഒരു രാജ്യത്തിലെ പ്രശ്നങ്ങൾ കാരണമായിരിക്കും ഒരാൾ ഓടി വേറെ രാജ്യത്തിൽ സെറ്റിൽ ആകാൻ വേണ്ടി കഷ്ടപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും അതെ അതെ തീർച്ചയായും. നമ്മളിപ്പോ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെ ഒരു പ്രശ്നം രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള പരിശ്രമം നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എന്താണെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കേസാണ്, നമ്മൾ 2-3 ദിവസമായിട്ട് വലിയതായിട്ട് വന്നിട്ടില്ല, നമ്മുടെ ADGPക്കെതിരെ ഉള്ള അന്വേഷണം. അത് വീണ്ടും കടുപ്പിച്ച് ഘടകകക്ഷി യോഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടിവാശിക്ക് വഴങ്ങേണ്ടി വരുന്നെങ്കിലും ADGP MR അജിത് കുമാറിനെതിരെ ആരോപണങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഘടകകക്ഷി യോഗങ്ങൾ വന്നിരിക്കുകയാണ്. അതായത് പറഞ്ഞല്ലോ, നമ്മള് ADGPയുടെ അടുത്താണ്, മുഖ്യമന്ത്രിയുടെ അടുത്താണ് ADGP. അദ്ദേഹം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും മുഖ്യമന്ത്രി വലിയ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുകയോ അദ്ദേഹത്തിനെതിരെ നിന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിനെ ഘടകകക്ഷി യോഗങ്ങളായ CPIM-നും CPIക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പുള്ളിക്കാരൻ ADGP കൂടിക്കാഴ്ച നടത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരം എന്നതിനുള്ള ഉത്തരവൊക്കെ നമുക്കിനിയും കിട്ടാനുണ്ട്. അതെ, എന്താണെങ്കിലും അപ്പൊ അതിനെതിരെ ഘടകകക്ഷികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ADGPയുടെ സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതികൾ DGP വിജിലൻസും കൈമാറിയതോടെയാണ് മുന്നണിയിൽ വീണ്ടും പിരിമുറുക്കം ആരംഭിച്ചിരിക്കുന്നത്. ADGPക്കെതിരായ ആരോപണങ്ങളിൽ DGP തലത്തിലുള്ള അന്വേഷണം പൂർത്തിയായ ശേഷമേ നടപടി സാധ്യമാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ വിജിലൻസ് അന്വേഷണം ഉണ്ടായാൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നിലനിർത്തുന്നത് എളുപ്പമല്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റിയാൽ തീരാവുന്ന നിലപാടാണ് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുന്നണിയിൽ വിള്ളലുണ്ടാകാതിരിക്കാൻ CPM ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെടുന്നു. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് കഴിഞ്ഞ ദിവസം ADGP അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതായത് മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾ സംസാരിച്ചായിരുന്നു, കേസ് വലുതായിട്ട് നീണ്ടുപോകത്തില്ല, കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നീണ്ടുപോയായിരുന്നു. അതായത് ഈ RSS നേതാവ് റാമാധവായിട്ട് കോളത്തൊരു കൂടിക്കാഴ്ച നടത്തിയില്ലായിരുന്നു. അതില് ചെന്നൈയിലെ മലയാളി വ്യവസായി R പ്രേംകുമാറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹോദരന്റെ കൊച്ചുമകനും കൈരളി TV മാർക്കറ്റിംഗ് മാനേജറുമായ ജിഗീഷ് നാരായൺ, RSS നേതാവ് A ജയകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോ പറഞ്ഞിരിക്കുന്നത്. അപ്പം മുഖ്യമന്ത്രിക്ക് ഇതിൽ നല്ലൊരു പങ്കുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്താണെങ്കിലും അതിന്റെ ഒരു ഇത് കിടക്കട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത
വാർത്തകളിലേക്ക് അടുത്തൊരു വാർത്ത നമ്മള് ഓണമായിട്ട് എന്താ ഓണമായിട്ട് എല്ലാരും ഇങ്ങനെ ആഘോഷിച്ചിരിക്കുമ്പം നമ്മുടെ കാഞ്ഞങ്ങാട് ചിങ്ങവനത്ത്, അതായത് കാഞ്ഞങ്ങാടത്ത് 3 സ്ത്രീകള് ട്രെയിൻ തട്ടി മരിച്ചു. അതായത് കോട്ടയത്ത് നിന്ന് കള്ളാറിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ സംഘത്തിലെ വധുവിന്റെ മുത്തശ്ശിയടക്കം 3 സ്ത്രീകൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി മരിച്ചു. അതായത് വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയതാണ് അവര്. വിവാഹം ആഘോഷിക്കാൻ വന്നു. ശ്രദ്ധിക്കണം, നമ്മൾ റെയിൽവേയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. റെയിൽവേയിൽ നമുക്ക് പെട്ടെന്ന് ഈ ബസ്സും ട്രെയിനും ഒക്കെ പോലെ, ബസ്സും കാറൊക്കെ പോലെ പെട്ടെന്ന് നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ള കാര്യമല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ട്രെയിനിന്റെ കാര്യത്തിൽ. അതായത് വിവാഹ സംഘത്തിൽ 50 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ചടങ്ങ് കഴിഞ്ഞ് രാത്രിയിൽ ഇവര് തിരിച്ച് മലബാർ എക്സ്പ്രസിലേക്ക് തിരിച്ച് കാഞ്ഞങ്ങാട്ടേക്ക് പോകാനാണ് ഇരുന്നത്. അപ്പം സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു നടവഴിയിലൂടെയുള്ള 1ാം പ്ലാറ്റ്ഫോമിൽ അവരെത്തി. അവിടെ നിന്ന് ട്രാക്ക് കുറുകെ കടന്ന് 2ാം പ്ലാറ്റ്ഫോമിലെത്തി. ട്രെയിൻ 1ാം പ്ലാറ്റ്ഫോമിലാണ് വരികയെന്ന് പിന്നാലെ എത്തിയവർ പറഞ്ഞതിനെ തുടർന്ന് ഈ വന്ന വഴിയിലൂടെ തന്നെ അവർ തിരികെ എന്ത് ചെയ്തു, 1ാം പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോഴാണ് കണ്ണൂർ ഭാഗത്തു നിന്നും വന്ന കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് ഇടിച്ച് അപകടം ഉണ്ടായത്. അതായത് അവര് പ്ലാറ്റ്ഫോം മാറിപ്പോയി, തിരിച്ചു വന്നപ്പം ഓപ്പോസിറ്റ് വരുന്ന ട്രെയിൻ അവര് നോക്കിയില്ല. അപ്പം നമുക്ക് കാൽനടപ്പാലമൊക്കെ റെയിൽവേ എന്തായാലും ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യാതെ നമ്മള് പാളം ക്രോസ് ചെയ്യരുതെന്ന് പ്രത്യേകം അവരവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മൾ കേൾക്കാതെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് സംഭവിച്ചതെന്ന് തന്നെ പറയാം. ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ഇപ്പൊ ഒരുപാട് റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് പ്രത്യേകിച്ച് ആൾക്കാര് അങ്ങോട്ട് സമയം ലാഭിക്കാൻ വേണ്ടിയാണോ എന്ന് അറിയത്തില്ല, വെറുതെ ക്രോസ് ചെയ്ത് കളയുകയാണ്. അതായത് ട്രെയിൻ പോയി എടുത്ത് സ്റ്റേഷനിൽ നിന്ന് അതിന് മുന്നേ ക്രോസ് ചെയ്യും. ഒരുപാട് നിയമങ്ങളുണ്ട്. ട്രെയിനിൽ നിന്ന് ചാടി കയറുന്നത്, ചാടി ഇറങ്ങുന്നത്. എത്ര പേര് ഇതൊന്നും പറയുന്നു. ഈ കഴിഞ്ഞിടയ്ക്കും പരശുറാം എക്സ്പ്രസിൽ ട്രെയിൻ മാറിയെന്നും പറഞ്ഞ ഒരു യുവതി വണ്ടി എടുത്ത് ചാടി. എന്തോ ഭാഗ്യത്തിന് ഒരു ട്രെയിൻ പാളത്തിന് അടിയിൽ പോയില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ ന്യൂസിൽ വരുന്നു. ന്യൂസിൽ വരാത്ത ഒന്ന് റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ ചുമ്മാ പോയാൽ മതി. തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആള് ചാടി വീഴുന്നു, ഇറങ്ങി വീഴുന്നു, TTE കാണുമ്പോ ചാടുന്നു. എന്തിനാ പറഞ്ഞത്? അതൊക്കെ ചാടി കയറുക. ഇത്രയും സേഫ് ആയിട്ട് നിൽക്കേണ്ട ഒരു മേഖലയൊക്കെയാണ്. റെയിൽവേ അവഗണന ഓണത്തിന് വാഗൺ ട്രാജഡിയും തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരെ അത് എടുത്തു പറഞ്ഞേക്കുന്നത്. ഓണക്കാലത്ത് കടുത്ത അവഗണനയെ തുടർന്ന് റെയിൽവേ യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഓണക്കാലത്ത് പോലും വേണ്ടത്ര സർവീസുകൾ നടത്താൻ റെയിൽവേ തയ്യാറായില്ല. ഇതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ യാത്ര പുറപ്പെട്ടവര് നരകയാത്രയാണ് റെയിൽവേ ഓണസമ്മാനമായി നൽകിയത്. അതായത് റെയിൽവേ തന്നെ ഇതിനകത്തൊരു കുറ്റക്കാരെന്ന് പറയുന്നുണ്ട്. അതായത് തിങ്ങി നിറഞ്ഞാണ് ഒരു ബോഗിയിൽ കൊള്ളാവുന്നതിലധികം ആൾക്കാരാണ് കറക്റ്റ് കണ്ടെങ്കിൽ മംഗളത്തിന്റെ 4ാമത്തെ പേജിനകത്ത് ഫോട്ടോ നിറച്ചിട്ടുണ്ട്. തൂങ്ങി നിന്നാ പോണേ ആൾക്കാർക്ക്. എനിക്ക് തോന്നുന്നു എനിക്ക് ബാംഗ്ലൂരൊക്കെ പോകുന്നു ഈ ഓണം കഴിഞ്ഞിട്ട് പിള്ളേർ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ട്രെയിനിൽ നിന്ന് കയറുന്ന കാണാം. കാല് കുത്താടയിൽ ഏറി നിന്നായിരിക്കും പോണേ. ഒരാളുടെ തോളത്ത് കയറി അവസ്ഥയാണ്. ബാഗ് വെക്കേണ്ട ബർത്തിൽ വരെ ആൾക്കാർ കയറി ഇരുന്ന് പോകുന്ന ഒരു അവസ്ഥ തന്നെ വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ ഒടിഞ്ഞൊക്കെ പോയിരുന്ന പോകുന്നത് കാണാം. എന്തൊരു അവസ്ഥയാണ്. ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം റെയിൽവേ കാണേണ്ടതാണ്. ഒന്നാമത് ഈ കോട്ടയം വഴിയുള്ള ട്രെയിൻ വളരെ കുറവാണ്. എറണാകുളത്തിനായാലും ഇപ്പൊ കാസർഗോഡിനായാലും കോട്ടയം വഴി വളരെ കുറവാണ്, ട്രെയിൻ കുറവാണ്. പക്ഷെ അപ്പുറത്തൂടെ എനിക്കൊന്ന് ആലപ്പുഴ റൂട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതപ്പോ എന്താണെങ്കിലും അത് സൂക്ഷിച്ചും കണ്ടൊക്കെ ആളുകൾ ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതെ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ മണിപ്പൂരിൽ പ്രത്യേക ഭരണമേഖല ആവശ്യം ശക്തമാക്കി കുക്കി സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലാവധി നീട്ടി കേന്ദ്രം. കർഫ്യൂവിൽ നേരിയ ഇളവ് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മണിപ്പൂരിൽ പ്രത്യേക ഭരണമേഖല വേണമെന്ന ആവശ്യം ശക്തമാക്കാൻ കുക്കി സംഘടനകളുടെ തീരുമാനം. വംശീയ അക്രമങ്ങൾക്ക് ഒരേയൊരു പ്രായോഗിക പരിഹാരം എന്ന നിലയിൽ പ്രത്യേക ഭരണം എന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധവുമായി തെരുവിലിറങ്ങാനാണ് വനിതാ സംഘടനകൾ അടക്കം തീരുമാനിച്ചിരിക്കുന്നത്. കുക്കി ഭൂരിപക്ഷ മേഖലയായ ഗംഗീഫായി അടക്കമുള്ള വിവിധ മേഖലകളിൽ ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതേസമയം മണിപ്പൂർ കലാപം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലാവധി കേന്ദ്ര സർക്കാർ നീട്ടി നൽകി. അത് നമ്മൾ ഇന്നലെ സംസാരിച്ചായിരുന്നു. അതായത് മണിപ്പൂർ കലാപം സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട്, മണിപ്പൂരിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ അത് എങ്ങനെ സംഭവിച്ചു, ഇത് ആര് സംഭവിച്ചു, ഇത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റി പഠിച്ച് അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാനുള്ള തീയതികൾ നീട്ടി. ഇനിയും അവർ പഠിച്ചുകൊണ്ടിരിക്കാം. 17-18 മാസമായിട്ട് നടക്കുന്ന മണിപ്പൂർ കലാപത്തെ പറ്റി ഇനിയും പഠിക്കാൻ. അതെ, അവിടെ സൈനികരെ വിന്യസിക്കുന്നു, പോലീസിനെ വിന്യസിക്കുന്നു, കടുത്ത ആക്രമണങ്ങൾ നടക്കുന്നു, കത്തിയെരിയുന്നു, ആശുപത്രികൾ കത്തിക്കുന്നു. ഇതൊന്നും നടന്നിട്ടും ഇനിയും പഠിക്കാൻ സമയം വേണം. കേന്ദ്ര സർക്കാർ ഇനിയും സമയം നൽകി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അതിനകത്ത് ആഡ് ചെയ്തു. അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ശരിക്കും കുറഞ്ഞിട്ട് ആ കുറയുന്ന സമയത്തുള്ള റിപ്പോർട്ടുകൾ നൽകിയാൽ മതിയോ എന്നതാണ് ഇതിന്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇന്നലെ തന്നെ സംഘർഷത്തിൽ ഒരു നവജാത ശിശുവാണ് മരിച്ചത്. മാതാവിനാണെങ്കിൽ
പരിക്കും സംഭവിച്ചിട്ടുണ്ട്. അതിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെതിരെ ഒരു നടപടികൾ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? അതായത് വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നതിന് നേരിടുന്നതിന് പോലീസ് ഉപയോഗിച്ച കണ്ണീർ വാതക ഷെല്ല് വീട്ടിനുള്ളിൽ വീണാണ് പൂർണ്ണ ഗർഭിണിയായ ലൈഷ്റാം സഞ്ജിത ദേവിക്ക് പരിക്കേറ്റത്. കണ്ണീർ വാതകം ശ്വസിച്ച യുവതി അബോധാവസ്ഥയിലായി. കുഞ്ഞിനെ പുറത്തെടുക്കും മുൻപ് മരിച്ചു. ഗുരുതരാവസ്ഥയിലായ യുവതി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. അതായത് കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോഴാണ് യുവതിക്ക് വയ്യാണ്ടായത്. പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോവുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ യുവതിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിൽക്കുന്നത്. അതായത് രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമാകേണ്ട ആളുകൾ തന്നെ അവരെ ആക്രമിക്കുന്ന സംഭവത്തിൽ നിങ്ങൾ ഇപ്പോഴും മൗനം പാലിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? പറ്റത്തില്ലെങ്കിൽ ഇട്ടിട്ട് പോകണം. അതായത് ജനങ്ങൾ മരിച്ചു വീഴുകയാണ്. മരിച്ചു വീഴുന്നവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആര് വിശ്വസിക്കും? നമ്മൾ എന്ത് ചെയ്യും? നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം കഴിഞ്ഞ ആക്രമണമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ചാകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങൾ അടിച്ചമർത്താനേ പരിശ്രമിക്കത്തുള്ളൂ. പിൻബലം കൂടുതലുള്ള ആരാണോ അവരെ ജയിക്കുകയുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ നേതാക്കളടക്കം അവിടുത്തെ ഭരണഘടന അടക്കം ഒരു വിഭാഗത്തിന് ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വിഭാഗത്തിന് നല്ല സപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ആയുധങ്ങൾ കൊടുത്താണെങ്കിലും അവകാശങ്ങൾ കൊടുത്താണെങ്കിലും നിങ്ങളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റേ അവരെ നിങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് ഇനിയെങ്കിലും നിർത്തി അവർക്ക് എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തേണ്ടത് എല്ലാവരുടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ അത് ഇപ്പൊ മണിപ്പൂരിൽ മാത്രം നടക്കുന്നത് ഇനി ഇന്ത്യ ഒട്ടാകെ നടക്കും. അത് ഒരിക്കലും നല്ലതായിരിക്കില്ല. അതെ, ഇന്നു മുതലാണെങ്കിൽ അവിടെ സമ്പൂർണ്ണ കർഫ്യൂ ആയിരിക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അതായത് പൊതുജനങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് വരെയാണ് അവിടെ നിയന്ത്രണം വെച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് നിയന്ത്രണത്തിലും അതായത് ഇതൊക്കെ സംബന്ധം പറയോ വീടിന്റെ പുറത്തിറങ്ങാം. അതായത് ഇവർക്ക് പറയുന്ന കുറച്ചു പേർക്ക് മാത്രം ഇറങ്ങാം, ബാക്കി ആരും പുറത്തിറങ്ങുന്നത് വീട്ടിൽ തന്നെ ഇരുന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താണ്. ഈ മാസം തന്നെ 12 പേരാണ് അവിടുത്തെ ആ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതിനൊരു അറുതി വരുത്താനായിട്ട് കാരണം ഇപ്പൊ ഇന്റർനെറ്റ് വരാതെ തന്നെയാണ് ഇത്ര അറിഞ്ഞിരിക്കുന്നത്. 12 പേര് കൊല്ലപ്പെടുന്നത് ചെറിയ കണക്കാണോ? 12 പേര് മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാതെ 12 പേര് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ല. 12 പേരുടെ ജീവൻ ഒരു വിലയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നുള്ള കാര്യമൊക്കെ. അതും ഇന്ത്യയിലാണെന്ന് പറയുമ്പോ തന്നെ പണ്ട് കാലത്ത് നമ്മള് കേട്ടിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. പക്ഷെ ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറയുമ്പോ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെ. തീർച്ചയായിട്ടും എന്താണെങ്കിലും അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഭരണം വിചാരിക്കട്ടെ. കേന്ദ്ര ഭരണത്തിന്റെ പ്രധാനമന്ത്രിയുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ, ചിരിച്ചതിന്റെ കാരണം വീഡിയോ ഒരെണ്ണം വൈറലായിട്ടുണ്ട്. എന്ത് വീഡിയോ ആണെന്ന് അറിയാമോ? എന്ത് വീഡിയോ ആണെന്ന്? ഇതാണ് ആ വീഡിയോ. ഇതാണോ? യെസ്, ഇതാണ് അദ്ദേഹത്തിന്റെ ആ വീഡിയോ. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക് കല്യാൺ മാർഗിലെ പുതിയ അന്തേവാസിയായ ദീപ് ജ്യോതി എന്ന പശുക്കിടാവിനെ ചുംബിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവജാത പശുക്കിടാവിനെ സ്വാഗതം ചെയ്യുന്നതായി മോദി തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഗോമാതാവ് ഒരു കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു. അതിന്റെ നെറ്റിയിൽ ഒരു പ്രകാശത്തിന്റെ അടയാളമുണ്ട്. അതിനാൽ അതിന് ദീപ് ജ്യോതി എന്ന് പേര് നൽകുന്നു. അത് അതിന്റെ ദേഹത്തൊരു വെള്ള പൊട്ട് വന്നതാണ് പ്രകാശ ജ്യോതിയായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഗോമാതാവ് എന്നൊക്കെ പറയുമ്പം അവർക്ക് വലിയ എന്തോ ദൈവമൊക്കെ പോലെയാണ് കരുതുന്നത്. ഗോക്കളെ രക്ഷിക്കുക, ഗോക്കളെ കൊല്ലാൻ പാടില്ല, മനുഷ്യനെ കൊല്ലാം. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നിലപാടുള്ള നല്ലൊരു പ്രധാനമന്ത്രിയെ കിട്ടിയതിന് നമ്മൾ ഭയങ്കര അഭിമാനിക്കണം അല്ലെ? ഇത്ര നല്ലൊരു പ്രധാനമന്ത്രി ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. സന്തോഷം. പശുക്കളെ ഞങ്ങൾ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കണം. പക്ഷെ മനുഷ്യരെ നല്ല കാര്യം, നല്ല കാര്യം, ഒന്നും പറയാനില്ല. ജയിപ്പിച്ചു വിട്ടവരെ. പിന്നെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാല് നമ്മള് US തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ? നവംബർ 5-നാണ് US തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ സുനിത വില്യംസും സഹയാത്രികനും എവിടെയാ? ബഹിരാകാശത്ത് പെട്ട് കിടക്കുകയാണ്. അവിടെ പെട്ട് കിടക്കുകയാണ്. ഇതുവരെ അവർക്ക് തിരിച്ച് ഭൂമിയിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. ഏർത്തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവര് ബഹിരാകാശത്തിരുന്ന് വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അവർ അമേരിക്കയ്ക്ക് വേണ്ടി ബഹിരാകാശത്ത് നിന്നും അവരുടെ വിലയേറിയ വോട്ടുകൾ
അറിയിച്ചിരിക്കും എന്നാണ്. വോട്ട് ചെയ്യുന്നത് പൗരനെന്ന നിലയിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ബഹിരാകാശത്ത് നിന്ന് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നു. ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. പുള്ളിക്കാരി പക്ഷെ എന്താണ് അമേരിക്കയിലാണ് ഇപ്പോ. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് നിന്ന് അമേരിക്കയിലെ പ്രസിഡന്റിന് വേണ്ടി വോട്ട് ചെയ്യാനായിട്ട് പുള്ളിക്കാരി സന്നദ്ധയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യം. കാരണം ഇലക്ഷൻ ഒക്കെ നല്ലതാണ്. നല്ലവരെ ജയിപ്പിക്കുക. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഈ BJP സർക്കാർ ഭയങ്കര കൊട്ടി ആഘോഷിച്ച ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തിന് വിളിച്ചോതിക്കൊണ്ട് വലിയ കാര്യത്തിൽ സംഭവിച്ചൊരു വലിയ കാര്യത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. രാമക്ഷേത്രം, അയോധ്യയിലെ രാമക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു ഇത് തന്നെയാണ്. രാമക്ഷേത്രത്തിലെ ജീവനക്കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായിരിക്കുകയാണ്. അതായത് പരിശുദ്ധമായ, അത് എന്തൊക്കെ പറഞ്ഞാലും അമ്പലം പരിശുദ്ധമാണ്. നമ്മുടെ രാമക്ഷേത്രം പരിശുദ്ധമാണ്. ഏറ്റവും നമ്മള് വിശുദ്ധം. നമ്മുടെ മനസമാധാനത്തിന് നമ്മള് ചെല്ലുന്ന അമ്പലത്തിന് പോലും ഒരു സ്ത്രീ സുരക്ഷിതമായിട്ടിരിക്കുന്നില്ല. അവിടെ പോലും, അതായത് ഏറ്റവും പവിത്രമായ സ്ഥലത്ത് പോലും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പിച്ച് ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുകയാണ്. ഏറ്റവും സുരക്ഷിതമാണെന്ന് പ്രധാനമന്ത്രിയും ഒരുപാട് ബോളിവുഡ് ആക്ടേഴ്സും അങ്ങനെ നിരവധി ആളുകൾ, രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി ആളുകൾ വന്ന് ആഘോഷമാക്കിയ പരിശുദ്ധമായ അമ്പലത്തിനകത്ത് രാമക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ ബിരുദ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. അതെ, 8 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 8 പേരാണ് ബിരുദ വിദ്യാർത്ഥി. അതായത് ഇപ്പൊ ഒരു 20-22 വയസ്സ് കാണാൻ സാധ്യതയുള്ള 3ാം വർഷ BA വിദ്യാർത്ഥിനിയായ യുവതിയെ സുഹൃത്തും സംഘവും ചേർന്നാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത്. പ്രതികളിൽ ഒരാളായ സഹബഞ്ചിലെ സ്വദേശി വൻഷൻ ചൗധരിയെ 4 വർഷമായി അറിയാമെന്നും യുവതി പറഞ്ഞു. രാമക്ഷേത്രം ഉൾപ്പെടുന്ന അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണ് പെൺകുട്ടിക്ക് നേരെ അക്രമം ഉണ്ടായത്. നോട്ട് പോയിന്റ്, അതീവ സുരക്ഷാ മേഖല. അപ്പം അതായത് ഈ വനിത വുമൻസ് ഡേ വരുമ്പോ എല്ലാരും ഭയങ്കരമായിട്ട് പോസ്റ്റ് ഇടും. അതായത് വനിതകളെ സംരക്ഷിക്കണം, അവരാണ് നമ്മുടെ സ്വത്ത്, അതാണ് ഇതാണെന്നൊക്കെ പറയും. അങ്ങനെ പറയുന്നവരാണ് ഇപ്പൊ എനിക്ക് ചിരി വന്നതെന്നറിയോ, അതീവ സുരക്ഷാ മേഖല. അതീവ സുരക്ഷാ മേഖല പോലും ഒരു സ്ത്രീ സുരക്ഷിതല്ല. പിന്നെ എവിടെയാണ് ഇപ്പൊ എങ്ങനെയാണ് സുരക്ഷിത? സാധാരണ ഇപ്പൊ ചുമ്മാ പുറത്തിറങ്ങുന്നവരൊക്കെ ഇപ്പം എന്തും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതീവ സുരക്ഷാ മേഖലയെ പോലും ഒരു സ്ത്രീ സുരക്ഷിതല്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സ്ത്രീ ഇപ്പൊ സുരക്ഷിതയല്ലെന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി. അതെ, അത് ഇനിയെങ്കിലും അതിനുള്ളൊരു ശക്തമായ നടപടി അപ്പോഴും കാരണം തന്നെ പറയാൻ തോന്നുന്നു. അതായത് ഞാന് കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടതാ, വീഡിയോയാ. പുറത്തേത് ഒരു ഫോറിൻ കൺട്രിയിലെ ഗേൾ നൈറ്റിന് പുറത്തിറങ്ങാം, പക്ഷെ ഇന്ത്യൻ കൺട്രിയില് പുറത്തിറങ്ങിയാല് കൂട്ടത്തോടെ വന്ന് ബലാത്സംഗം ചെയ്യും. ആ ഒരു രീതിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ആളുകൾക്ക് ഒരു പക്ഷെ ഇതിനോട് ഭയങ്കര വ്യഗ്രതയുണ്ടെന്ന് തോന്നുന്നു. അതായത് കിട്ടാത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ള ഒരു വിചാരം കൊണ്ടായിരിക്കാം ഇവർക്ക് ഇത്തരത്തിലുള്ള പീഡന ശ്രമങ്ങളെ ശക്തമാക്കാൻ തോന്നുന്നത്. 8 പേരൊക്കെ ഒരു പെൺകുട്ടിയെ ഒന്നില്ലേലും ഫോഴ്സ് അല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൺസേൺ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഫോഴ്സ് ചെയ്യുമ്പോ എന്തായിരിക്കും മനസ്സിലാവുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് രാമക്ഷേത്രം പോലെ അതീവ സുരക്ഷാ മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ സാധാരണ ജനങ്ങൾ എന്താണെങ്കിലും പേടിക്കണം. നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം. നമ്മുടെ സർക്കാർ അതായത് ഇനി മുതൽ സേഫ്റ്റിക്കുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകേണ്ടി വരും സ്ത്രീകൾ എവിടെ പോയാലും. നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ തന്നെ ആദ്യം നോക്കി. നമ്മുടെ സർക്കാർ ഒന്നും ചെയ്യാൻ ആരും വരില്ല. നമ്മൾ പ്രതിരോധിച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആരും നമുക്ക് വേണ്ടി വോയിസ് 1-2 ദിവസത്തേക്കൊക്കെ കാണും, പിന്നെ ഉണ്ടാവില്ല, പിന്നെ അത് മറക്കും. ആ ഒരു പ്രതീതിയാണ് ഇപ്പം ഇങ്ങനെ കണ്ടുവരുന്നത്. പിന്നെ മറ്റൊരു വാർത്തയാണ്, താജ്മഹലിലെ പ്രധാന താഴികക്കുടം ചോർന്നൊലിക്കുന്നതായി പരാതി. മനോരമയിലും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കനത്ത മഴയെ തുടർന്ന് താജ്മഹലിന്റെ പ്രധാന താഴികക്കുടം ചോർന്നൊലിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. പരിശോധനയിൽ താഴികക്കുടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം തൊട്ടടുത്തുള്ള പൂന്തോട്ടം വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ 2 ദിവസമായി ആഗ്രയിൽ മഴ തോരാതെ പെയ്യുകയാണ്. പ്രധാന താഴികക്കുടത്തിൽ ഈർപ്പം കണ്ടെത്തതിനെ തുടർന്ന് പൊട്ടലുകളുള്ളതായി ഉദ്യോഗസ്ഥന് സംശയം തോന്നിയിരുന്നു. ഇതേ തുടർന്ന് സ്മാരകം പരിപാലിക്കുന്ന പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തുകയായിരുന്നു. മഴയെ തുടർന്നുണ്ടായ ചോർച്ചയാണോ അതോ ഇടയ്ക്കുണ്ടാവുന്നതാണോ എന്ന് നിരീക്ഷിക്കുന്നുവെന്നും നിലവിലെ ചോർച്ച അടച്ചെന്നും
പറഞ്ഞു. അതായത് ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് അവർ പരിശോധന നടത്തി. ആ പരിശോധനയിൽ വെള്ളം ചെറിയൊരു തോതിൽ ഊറി വീഴുന്നതായിട്ടാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ താഴികക്കുടത്തിന് തകരാറൊന്നും ഇല്ല എന്നാണ് പുരാവസ്തു വകുപ്പ് വിശദീകരിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും അത് കറക്റ്റായിട്ടൊന്ന് നോക്കണം. കാരണം നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് നിൽക്കുന്നതാണ് താജ്മഹൽ. ഇതുവരെ കാണാൻ സാധിക്കാത്ത നിരവധി ആളുകൾ ഇന്ത്യയിലുണ്ട്. ഞാനും കണ്ടിട്ടില്ല, എനിക്കും കാണണമെന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കാണാൻ വേണ്ടി അവിടെ അങ്ങനെ തന്നെ വേണം എന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. തൊഴിലാളിയെ അപമാനിച്ചു, തൊഴിലാളി നിർമ്മല സീതാരാമനെ അപമാനിച്ചു എന്ന പേര് തൊഴിലാളി മാപ്പ് പറഞ്ഞു. തൊഴിലാളിയല്ല, ഒരു അന്നപൂർണ്ണ ഹോട്ടലിന്റെ ഉടമ മാപ്പ് പറഞ്ഞിരുന്നു. അതിനെതിരെ ഭയങ്കര വിമർശനങ്ങൾ നിർമ്മല സീതാരാമനെതിരെ വന്നിരുന്നു. ഭീഷണിപ്പെടുത്തിയാണ് മാപ്പ് അപേക്ഷിച്ചത്, മാപ്പ് ചോദിച്ചത്. അതിന് പറയാനുള്ള റൈറ്റ്സ് ഇല്ലേ? ഒരു മന്ത്രിയുടെ നിലപാടിനെതിരെ സംസാരിക്കാൻ റൈറ്റ്സ് സാധാരണ പൊതുജനത്തിനില്ലേ എന്നുള്ള ഒരുപാട് വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വന്നിട്ടുണ്ട്. അപ്പൊ നിർമ്മല സീതാരാമനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമനെ വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. GST കുറിച്ചുള്ള ന്യായമായ ചോദ്യത്തെ ധനമന്ത്രി നേരിട്ട രീതി ലജ്ജാകരമാണെന്ന് സ്റ്റാലിൻ വിമർശിച്ചു. ജനം എല്ലാം കാണുന്നുണ്ടെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. കോയമ്പത്തൂരിലെ ശ്രീ അന്നപൂർണ്ണ ഹോട്ടലിൽ ശൃംഖലയുടെ ഉടമ ശ്രീനിവാസൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ സംഭാഷണത്തിൽ വീഡിയോ കോളായിരുന്നു വിവാദമായത്. അതായത് അദ്ദേഹം പറഞ്ഞിരുന്നു, ബണ്ണിനകത്ത് 2 ബണ്ണിന്റെ ഇടയ്ക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 18% GST ഈടാക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ ചോദ്യം നിർമ്മല സീതാരാമനെ വളരെയേറെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്നാണ് പലരും പറയുന്നത്. അത് ഭയങ്കര വിഷയമായപ്പോൾ അദ്ദേഹം തന്നെ അതിന് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ഒരു ന്യായമായ ചോദ്യം ചോദിക്കുന്നതിന് അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അത് കൊടുക്കാതെ അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിപ്പിക്കുക, നിർമ്മല സീതാരാമൻ ഡയറക്ടർ ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല. പലരും അദ്ദേഹത്തെ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ട് അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുകയാണ്. എന്താണെങ്കിലും അതിനെതിരെ രാഹുൽ ഗാന്ധിയും ഇപ്പൊ MK സ്റ്റാലിൻ അടക്കമുള്ളവർ ഇപ്പൊ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ചോദിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ PG വിദ്യാർത്ഥിനിയുടെ മരണം പീഡിപ്പിച്ചു കൊന്നതില് അതിൽ മമതാ ബാനർജി പറഞ്ഞായിരുന്നു പുള്ളിക്കാരത്തി രാജി വെക്കാൻ തയ്യാറാണെന്നൊക്കെ. ഇന്നലെ വൈകുന്നേരം അവർ ചർച്ചയ്ക്ക് അതെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ്. അതായത് ജൂനിയർ ഡോക്ടേഴ്സും മമതാ ബാനർജിയും ഒരുമിച്ച് ചർച്ചകളിൽ ഇരുന്നു. അവരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞു. മമതാ ബാനർജിയുമായി ചർച്ചയിൽ ഇരുന്ന് സംസാരിച്ച് തീർന്നിരിക്കുകയാണെന്നാണ് ഇപ്പൊ കിട്ടുന്ന ന്യൂസ്. അതായത് നിങ്ങൾ ചർച്ച വേണമെന്ന് പറഞ്ഞു, ഞാൻ കാത്തിരുന്നു. എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? കഴിഞ്ഞ 3 തവണയും ഞാൻ കാത്തിരുന്നു, നിങ്ങൾ വന്നില്ല. നേരത്തെ അപ്രതീക്ഷിതമായി ഡോക്ടർമാരുടെ സമരപ്പന്തലിലെത്തിയ മമത ആവശ്യങ്ങൾ പരിഹരിക്കാമെന്നും ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ കർശന ശിക്ഷ ഉറപ്പാക്കുമെന്നും വാക്കു നൽകിയിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, ദീദി അതായത് മൂത്ത സഹോദരി എന്ന നിലയിലാണ് ഞാൻ നിങ്ങൾക്ക് അരികിലെത്തിയത്. സർക്കാർ ആശുപത്രികളിലെ മുഴുവൻ ക്ഷേമ സമിതികളും അടിയന്തരമായി പിരിച്ചുവിടുകയാണ്. RGക്കർ ആശുപത്രിയിലെ ക്ഷേമ സമിതിയും പിരിച്ചുവിടുന്നു. പുതിയ സമിതികൾക്ക് പ്രിൻസിപ്പൽമാർ നേതൃത്വം നൽകും. ജൂനിയർ ഡോക്ടർമാരുടെയും സീനിയർ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പ്രതിനിധികൾ സമിതിയിൽ ഉണ്ടാകും. പ്രശ്നം ഒത്തുതീർക്കാനുള്ള എന്റെ അവസാനത്തെ ശ്രമമാണിത്. അതായത് പുള്ളിക്കാരി ഇത്രയും ശ്രമിച്ചു, എന്നിട്ടും അവര് വഴങ്ങുന്നില്ലെങ്കിൽ ഇതെന്റെ അവസാനത്തെ ഒരു ശ്രമമാണ് എന്നാണ് മമതാ ബാനർജി. അതായത് പിന്നെ നമ്മുടെ ഈ ഡോക്ടർമാരെ നടത്തി വരുന്ന സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നമ്മുടെ ഗായിക ഉഷ ഉതുപ്പ് ഒരു 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ജാഗോരെ എന്ന വീഡിയോ ഗാനത്തിൽ പീഡനത്തിൽ കൊല്ലപ്പെട്ട PG വിദ്യാർത്ഥിനിക്ക് നീതി തേടി ഒരു സംഘം വനിതകളോടൊപ്പം ഗായിക പ്ലക്കാർഡ് പിടിച്ച് പ്രതിഷേധിക്കുകയും സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. നേരത്തെ ഇതിനു മുമ്പ് നമ്മുടെ പ്രമുഖ ഗായകനായിട്ടുള്ള അർജിത് സിംഗും കൊല്ലപ്പെട്ട ഈ വിദ്യാർത്ഥിനിക്ക് വേണ്ടി ഒരു വീഡിയോ ഗാനം ആദരവോടെ ഇറക്കിയിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഇപ്പോ ഉഷാ ഉതുപ്പും ഒരു ഇതിനകത്ത് നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ് സ്ത്രീ സുരക്ഷയാണ്. സ്ത്രീകൾ എന്തുകൊണ്ട് സുരക്ഷിതയാകുന്നില്ല? അപ്പം ഇത് നമ്മൾ ഒരുപാട് ആദ്യത്തെ കാലത്ത് ഇങ്ങനെ ഒരു പീഡനം വന്നപ്പോ പറഞ്ഞായിരുന്നു പെൺകുട്ടിയുടെ ഡ്രസ്സിംഗ് ആണ് പ്രശ്നം. രണ്ടാമത് വീണ്ടും ഇതുപോലൊരു പ്രശ്നം വന്നപ്പോ പറഞ്ഞു ഇറങ്ങി നടക്കുന്ന സമയമാണ് പ്രശ്നം. ഇപ്പൊ ഇത് രണ്ടും അല്ല, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയം വന്നപ്പോ എന്താണ് പ്രശ്നം? സത്യം പറഞ്ഞാൽ ചെയ്യുന്നവർക്കാണ് പ്രശ്നം. അതെ, ചിന്തിക്കുന്നവരാണ് പ്രശ്നം. ഈ ചോദിക്കുന്നവരാണ് പ്രശ്നം. വേറെ കാര്യമൊന്നുമില്ല. അതായത് ഭരണം, രാഷ്ട്രീയ നേതാക്കൾക്ക് വരെ ഇത്തരത്തിലുള്ള പീഡനത്തിനെതിരെ കേസുകളുണ്ട്. നമ്മൾ അറിയാൻ പാടില്ലാണ്ടാണ്. ഒരുപാട് നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള പീഡന കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് നമ്മുടെ രാജ്യം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൂടെ ആദ്യം മനസ്സിലാക്കണം.
അത് ആദ്യം അവിടെയൊക്കെ ശരിയാക്കണം. ആദ്യം ശരിയാക്കാന്നല്ല, ആദ്യം ഇന്ത്യയിലെ സ്ത്രീകളെ സുരക്ഷിതമാക്കണം. അത് കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ ശരിയാക്കണം. ഒന്നാമത്തെ കാര്യം നിയമവ്യവസ്ഥ പോലും അവർക്ക് അനുകൂലമായിട്ട് ചില സമയത്ത് വരും. ഇപ്പൊ നമ്മുടെ ആലുവയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ ആ പ്രതിക്ക് 10 വർഷം എങ്ങാണ്ട് ജയിൽവാസം വിധിച്ച് ജീവപര്യന്തവും കൊടുത്തു. പക്ഷെ വധശിക്ഷ കൊടുത്തു. പക്ഷെ ജീവപര്യന്തം കഴിഞ്ഞതിന് ശേഷമാണ് വധശിക്ഷ. ആ ചെയ്ത ആളെ അപ്പൊ തന്നെ കൊല്ലുകയല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് ജീവപര്യന്തം കഴിഞ്ഞിട്ടേ ഞങ്ങള് വധശിക്ഷ വിധിക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്ന അപ്പൊ അതിലൊരു നീതി അതിനകത്ത് കിട്ടുന്നില്ല. എന്തനുഭവിക്കാം? ജയിലിൽ കിടന്ന് എന്തനുഭവിക്കാനാണ്? ഒന്നും അനുഭവിക്കത്തില്ല. മറ്റേ ഗോവിന്ദസ്വാമി ഇറങ്ങി വന്ന കേസ് അറിയില്ലേ? എങ്ങനെ പോയ ആൾ തിരിച്ചിറങ്ങി വന്നപ്പോ എങ്ങനെയായിരുന്നു? തീർച്ചയായും ശരിയാണ്. അറിയില്ല, നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകളിലെങ്കിലും എടുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിനെ അപമാനിച്ച് പലരും ഇപ്പൊ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി കർണാടക BJP MLA സ്വന്തം ജാതിയോ മതമോ അറിയാത്ത രാഹുൽ എന്തിനാണ് ജാതി സർവേക്ക് വേണ്ടി വാദിക്കുന്നതെന്നാണ് ബസന്നഗൌഡ പട്ടീൽ യാന്തിൽ പറഞ്ഞത്. ജനിച്ചത് ക്രിസ്ത്യാനിയായാണോ മുസ്ലിമായാണോ എന്ന് പോലും രാഹുലിന് അറിയില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, MLA പറഞ്ഞു. പൊട്ടാത്ത വെറും നാടൻ തോക്കാണ് രാഹുലെന്നും ബസൽ ഗൌഡ പട്ടീൽ യാന്തൻ പറഞ്ഞു. അച്ഛൻ മുഗൾമാരും അമ്മ ഇറ്റലിക്കാർക്ക് വേണ്ടിയും പണിയെടുത്തു പാരമ്പര്യമാണ് രാഹുലിനുള്ളതെന്നും MLA പറഞ്ഞു. നേരത്തെ വിഷയത്തിൽ BJP MP അനുരാഗ് ഠാക്കൂറും രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചിരുന്നു. സ്വന്തം ജാതി അറിയാത്തയാളാണ് ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്നായിരുന്നു ഠാക്കൂറിന്റെ പരാമർശം. അതായത് രാഹുൽ ഗാന്ധി ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിൽ അടക്കം വളരെ വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചിരുന്നു. അതേസമയം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആ വിഷയം അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് MLA കൂടിയായ BJP നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. വളരെ വേദനാജനകമായ കാര്യമാണ്. രാഷ്ട്രീയത്തിൽ നോക്കുവാണെങ്കിൽ രാഷ്ട്രീയ സ്വത്വം നോക്കിക്കഴിഞ്ഞാൽ ജാതി സെൻസസ് നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പുറത്തെത്തിക്കാം എന്നുള്ളൊരു കാര്യമുണ്ട്. ജാതി സെൻസസിലൂടെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാം എന്നുള്ളൊരു കാര്യമുണ്ട്. അതിന് ഈ BJPയുടെ RSS വരെ ഈ ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിട്ടില്ല. അവർ വരെ സപ്പോർട്ടാണ്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ഒരാളുടെ കുടുംബത്തെ പറ്റി വരെ, ഒരു നേതാവിന്റെ കുടുംബത്തെ പറ്റി വരെ ഇങ്ങനെ അവഹേളിക്കുന്ന തരത്തിലുള്ള സംസാരം വരുമ്പോൾ അത് ഭയങ്കര വേദനാജനകമായ കാര്യമാണ്. അതൊരു പ്രതിപക്ഷ നേതാവ് പണ്ട് മുതലേ ഉള്ളതാണ് ഈ ജാതി വെച്ചുള്ള അധിക്ഷേപം. അതിപ്പം കുറച്ചും കൂടി കൂടിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്ത് തരത്തിലുള്ളതാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് വിമർശിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, ജാതി സെൻസസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലായില്ല, അത് ഭയങ്കര മോശമായ കാര്യമാണ്. അതേസമയം തന്നെ വേറൊരു രാഹുൽ ഗാന്ധിനെ അവഹേളിച്ച് ജില്ലാ കളക്ടർ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ഇപ്പൊ വിവാദമായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് പപ്പു എന്ന് ആക്ഷേപിച്ച് ജില്ലാ കളക്ടർ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള പോസ്റ്റിൽ UPയിലെ നോയിഡയിലുള്ള ഗൗതം ബുദ്ധ നഗർ ജില്ലാ കളക്ടർ മനീഷ് വർമ്മയുടെ നടപടി വിവാദമാവുകയാണ്. ഭരണഘടനാ പ്രസ്ഥാനമായ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ IAS ഉദ്യോഗസ്ഥൻ അനുചിതമായ മോശം പരാമർശം നടത്തിയതിനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇപ്പം കളക്ടർ വരെ പ്രതിപക്ഷ നേതാവ്, ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ കളിയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ? അവർക്കെതിരെ അപ്പൊ എന്ത് നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടപടികൾ സ്വീകരിച്ചു, അവർക്ക് നടപടികൾ സ്വീകരിക്കില്ല എന്നുള്ളൊരു ഇത് വരില്ലേ? അപ്പൊ അവർക്ക് പിന്നെ ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാനുള്ള ടെൻഡൻസി കൂടും. എന്നാണെങ്കിൽ അതിനെതിരെയൊക്കെ ശക്തമായ ഒരു നിലപാടെടുക്കാൻ സർക്കാർ ശ്രമിക്കുക. പിന്നെ ഒരു വാർത്ത എന്ന് വെച്ചാല് നമ്മുടെ സർക്കാർ പരീക്ഷയാ. അസമിൽ ഇപ്പൊ ഒരു സർക്കാർ പരീക്ഷ നടക്കുക. അതിനാൽ അവര് അവിടുത്തെ ഇന്റർനെറ്റിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുക. സർക്കാരിലെ ഗ്രേഡ് 3 തസ്തികകളിലേക്കുള്ള എഴുത്തു പരീക്ഷ നടക്കുന്ന ഇന്ന് അസമിൽ മൊബൈൽ ഫോണിലെ ഇന്റർനെറ്റിന് നിരോധനം ഏർപ്പെടുത്തി. പരീക്ഷ നടക്കുന്ന രാവിലെ 10 മുതൽ 1:30 വരെയാണ് നിരോധനം. 2305 കേന്ദ്രങ്ങളിലായി 11.23 ലക്ഷം പേർ എഴുതുന്ന പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാനാണ് നടപടിയെന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിച്ചു. അതായത് കോപ്പിയുടെയൊക്കെ ഒഴിവാക്കാനായിരിക്കും. അതെ, പരീക്ഷ എഴുതുന്നവരെ എഴുതിക്കോട്ടെ, ബാക്കിയുള്ളവർ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, കാർഷിക ഉൽപ്പന്ന കയറ്റുമതിക്ക് വിലക്ക് വരുന്നു.
വനനശീകരണത്തിന്റെ പേരിൽ കാപ്പി, കൊക്കോ, റബ്ബർ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതിക്ക് യൂറോപ്യൻ യൂണിയനിൽ വിലക്ക് ഏർപ്പെടുത്തിയതിനുള്ള പുതിയ തീരുമാനം മേഖലയെ ചെറുകിട ഇടത്തരം കർഷകർക്ക് വൻ തിരിച്ചടി ഉണ്ടാകും. വനം വെട്ടിത്തെളിച്ച ഭൂമിയിൽ കൃഷി ചെയ്യുക എന്ന അധികാരം ഉറപ്പു നൽകിയിട്ടല്ല ഇവരുടെ കയറ്റുമതിക്ക് അനുമതിയുള്ളൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന യൂറോപ്യൻ യൂണിയൻ ഡിഫോറസ്റ്റേഷൻ റെഗുലേഷൻ ജനുവരി 1 പ്രാബല്യത്തിൽ വരും. ആ ഒരു ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ തൊട്ട് നമ്മുടെ കർഷകർ, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കാപ്പി, കൊക്കോ, റബ്ബർ ഇത് മൂന്നിനും നല്ല ഇതുള്ളതാണ്. ഉൽപ്പന്നം നന്നായിട്ട് നടക്കുന്നതാണ്. ഇതിനൊന്നും ഇറക്കുമതി ചെയ്യാൻ മറ്റു രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്യാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യതകൾ കൂടി വരും. അത് ചെയ്യുന്നതോടെ നമ്മുടെ കർഷകർ വീണ്ടും അവതാളത്തിലാകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കാം. അത് ഇപ്പൊ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. വനനശീകരണത്തിലൂടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഇറക്കുമതിയിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെ വനനശീകരണത്തിന് തോത് കുറയ്ക്കാനുള്ള EUDR ലക്ഷ്യം വെക്കുന്നതെന്ന് അവകാശവാദം. അതായത് വനം നശീകരിച്ചാണ് ഇവർ ഈ കൃഷി നടത്തുന്നതെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത്, ഈ ഒരു നിയമം കൊണ്ടുവന്നതിനുള്ള വനം അതുപോലെ തന്നെ നിലനിർത്താൻ സാധിക്കുമെന്നാണ് ഇവരുടെ വാദം പറയുന്നത്. അപ്പം പക്ഷെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യം എന്താകും എന്നുള്ളത് സംശയം ആകും. ആണെങ്കിലും അത് നോക്കാം. പിന്നെ ഒരു വാർത്ത എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ മഴയില്ലാത്ത രാജ്യങ്ങള് ക്ലൗഡ് സീഡിങ് നടത്തി മഴ പെയ്യിക്കാറുണ്ടെന്ന്. നമ്മുടെ ദുബായിൽ അതുപോലെ തന്നെ പെയ്ച്ച് ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സംഭവം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിൽ, അതായത് കൃത്രിമ മഴ പെയ്യുന്നത് പോലെ തന്നെ മഴയെ തടഞ്ഞു നിർത്താനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനായിട്ടാണ് ഇപ്പം കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ മഴ നിയന്ത്രണം അടക്കം കാലാവസ്ഥാ നിരീക്ഷണ രംഗത്ത് വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ട് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം തുടക്കം കുറിച്ച മിഷൻ മൗസം പദ്ധതിയുടെ ഭാഗമാണ് ക്ലൗഡ് സീഡിംഗ് പരീക്ഷണങ്ങൾ. പദ്ധതിയുടെ ഗവേഷണങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ 2000 കോടി രൂപ അനുവദിച്ചു. മേഘങ്ങൾക്കുള്ളിലെ ചൂട് വർദ്ധിപ്പിച്ച് മഴത്തുള്ളികളാകുന്നത് തടയുക, കാന്തിക മണ്ഡലങ്ങൾ ഉപയോഗിച്ച് മേഘങ്ങളെ വിഘടിപ്പിക്കുക തുടങ്ങിയവയാണ് മഴ നിയന്ത്രണത്തിനായിട്ട് പരീക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കുറച്ചൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം സംഭവം സക്സസ് ആവട്ടെ എന്ന് നമുക്ക് പറയാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്, അതെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണ്. രക്തബന്ധമില്ലെങ്കിലും അവയവദാനം ചെയ്യുന്നതിൽ തടസ്സമില്ലെന്ന നിർണായക തീരുമാനമായി ഹൈക്കോടതി. അത് നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ന്യൂസിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇത്ര നാളൊരു നിയമം ഉണ്ടായിരുന്നു, അവയവദാനം നടക്കുന്നത് രക്തബന്ധമുള്ളവർ മാത്രമായിരിക്കുമെന്ന്. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. എന്താണെങ്കിലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഓണം സംബന്ധിച്ചൊരു നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു വാർത്ത. അതായത് നമ്മൾ സാധാരണ എന്താണ്, വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണം ഉണ്ണും. അതുപോലെ തന്നെ നായ്ക്കൾക്കും പൂച്ചകൾക്കും ഓണസദ്യ നൽകി ഒരു കുടുംബം. പക്ഷെ ഇത് അങ്ങനെയല്ല, വീട്ടിൽ വളർത്തുന്ന നായകളെ മാത്രമല്ല നമ്മൾ അങ്ങനെ കൊടുക്കാറ്. ഇത് അങ്ങനെയല്ല. അപ്പുവും പോപ്പിയും പിന്നെ പേര് ചൊല്ലി വിളിക്കാത്ത നായകളും കളപ്പുരയ്ക്കൽ വീട്ടിൽ നാക്കിലയിൽ ഓണസദ്യ ഉണ്ടു. ചോറും പപ്പടവും പെഡിഗ്രി ഉപ്പേരിയും ചിക്കൻ സോസ് അച്ചാറും കൂട്ടിയുള്ള വിഭവസമൃദ്ധമായ സദ്യ ഓമന മൃഗങ്ങൾക്കായി ഒരുക്കിയത് കോട്ടയം പേരൂർ കളപ്പുരയ്ക്കൽ ജയകുമാറും ഭാര്യ ശർമ്മളയുമാണ്. അതായത് പറമ്പില് വിവിധ കൂടുകളിലായിട്ട് കഴിയുന്നവയെ വീടിന്റെ തിണ്ണയിൽ എത്തിച്ചാണ് ഇവര് തൂശനിലയിൽ സദ്യയൊക്കെ വിളമ്പി കൊടുത്തത്. അതായത് എന്ന് വെച്ചാല് നായ്ക്കള് 15, പൂച്ചകൾ 20, ഇവയെല്ലാം അതായത് വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവ, രോഗം ബാധിച്ചവ, സാമൂഹ്യ വിരുദ്ധരുടെ ക്രൂരതയ്ക്ക് ഇരയായവ, രോഗം ബാധിച്ചതിനാൽ വീട്ടിൽ പരിപാലിക്കാൻ സാധിക്കാതെ വന്ന് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള പട്ടികയും പൂച്ചേനെയും ഒക്കെയാണ് ഇവര് ഓണസദ്യ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കാര്യമല്ലേ? ഞാൻ പറഞ്ഞല്ലേ, ഒരുപാട് പേര് സ്വന്തം വീട്ടിലെ പട്ടികൾക്കൊക്കെ ഇങ്ങനെ സദ്യ കൊടുക്കുന്ന നമ്മള് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു വ്യത്യസ്തമായിട്ട് നല്ലൊരു ഓണം. അതാണ് മലയാളികൾ എപ്പോഴും അടിപൊളിയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, ഇത് നമ്മുടെ കേരള സർക്കാരിനെതിരെയുള്ള ഒരു വാർത്തയാണ്. കേരള സർക്കാരിനല്ല എന്ന് വെച്ചാൽ ഇതിന്റെ കാരണക്കാരൻ സർക്കാരാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഓണാവധി കഴിയുമ്പോഴെങ്കിലും സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമോ? ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. ഭക്ഷണം നൽകാനായി സ്കൂളുകൾക്ക് സർക്കാർ അനുവദിക്കുന്ന തുക മുടങ്ങിയതിനാലാണ് തിരിച്ചടിയാകുന്നത്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ തുക ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഓരോ മാസവും ഭക്ഷണ വിതരണത്തിനായി ചെലവായ തുകയുടെ കണക്ക് തൊട്ടടുത്ത മാസം 2-ന് മുമ്പ് പ്രധാന അധ്യാപകർ അതാത് AEO ഓഫീസുകൾക്ക് സമർപ്പിക്കണമെന്നാണ് നിബന്ധന. ഇതിന് പിന്നാലെ 10 ദിവസത്തിനുള്ളിൽ തുക അനുവദിക്കാമെന്ന് സർക്കാരും വ്യക്തമാക്കുന്നതെങ്കിലും ഇതുവരെ നടന്നിട്ടില്ല. അതായത് ഇതുവരെയുമായിട്ട് പല സ്കൂളുകളിലും ഉച്ചഭക്ഷണത്തിനുള്ള പൈസ ലഭിച്ചിട്ടില്ല. അതുമൂലം പല സ്കൂളുകളിലും ഉച്ചഭക്ഷണം മുടങ്ങി വരികയാണ്. ഒരുപാട് നല്ല കാര്യമോ
അങ്ങനെയല്ല, മുടങ്ങി വരുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ അവര് ഒരു ഇത് എടുക്കണമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടികൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികള് ഉച്ചക്കഞ്ഞി കഴിക്കുന്നവരുണ്ട്. അതെ, ഒന്ന് വെയിറ്റ് എടുക്കാൻ പഠിക്കുന്നുണ്ട്. ഞാനൊക്കെ എങ്ങനെയായിരുന്നു, ഭയങ്കര വെയിറ്റ് അല്ലേ ഇതൊക്കെ എടുക്കാൻ. ഉച്ചഭക്ഷണം അവിടെ കൊണ്ടുപോകണ സ്കൂളില്ലേ, അപ്പം പാത്രം മാത്രം കൊണ്ടുപോയാൽ വലിയ കാര്യം അത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കറക്റ്റ് ആക്കണം. കുട്ടികൾക്ക് കൃത്യമായ പോഷകാഹാരം സ്കൂളിൽ നിന്നെങ്കിലും ലഭിക്കാനുള്ള പണമിടപാടുകൾ സർക്കാർ കൃത്യമായിട്ട് എത്തിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി ഒരു വാർത്ത എന്ന് വെച്ചാല്, നമുക്ക് കേരളത്തിനായിട്ട് ഒരു എയർ കേരള കൊണ്ടുവരാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് വന്നത്. അതായത് സ്ഥാപകൻ അടുത്ത വർഷം ആദ്യം പറക്കാനൊരുങ്ങുകയാണ് വ്യോമയാന മേഖലയിലെ നവാഗതരായ എയർ കേരള. എയർ കേരളയെക്കുറിച്ചും അതിനു പിന്നിലെ തയ്യാറെടുപ്പിനെ കുറിച്ചും അഫി മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് 2025 ഏകദേശം ഇത് റെഡിയാകുമെന്നാണ് പറഞ്ഞത്. അതായത് കേരളത്തിന് ഒരു എയർപോർട്ട്, എന്താണ് സംഭവത്തിന്റെ പേര് മറന്നല്ലോ, പ്ലെയിൻ ഇല്ലല്ലോ. അപ്പൊ അത് കേരളത്തിലെ ആൾക്കാർക്ക് അത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കേരളത്തിന് വേണ്ടി ഒരു എയർ കേരള തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്ന് സർവീസ് നടത്താനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കതൊരു നല്ല കാര്യമാണ്. പിന്നെ മറ്റു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ പ്രാദേശിക ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. മണർകാട് പള്ളിയിൽ ഇന്നലെ അടച്ചു മധ്യസാന്ദ്രമായിട്ട്. അങ്ങനെ പെരുന്നാളിന് കൊടിയിറങ്ങുകയാണ്. മണർകാട് പള്ളി അടുത്തത് കാണണമെങ്കിൽ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് സ്പോർട്സിലേക്ക് പോയി ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ ഉണ്ട്. അതായത് നമ്മുടെ വേമ്പനാട്ട് കായല് നീന്തി കടന്നിരിക്കുകയാണ് 6 വയസ്സുകാരനായ ശ്രാവൺ. എന്തല്ലേ, കോതമംഗലം വാരപ്പെട്ടി ഇളങ്ങവം ശ്രീജ ഭവനിൽ ശ്രീജിത്ത് രഞ്ജുഷ ദമ്പതിമാരുടെ മകൻ ശ്രാവൺ എസ് നായരാണ് കായൽ നീന്തി കടന്നത്. 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രാവൺ. ശനിയാഴ്ച രാവിലെ 8:28 ആലപ്പുഴ ജില്ലയിലെ വടക്കുംകര അമ്പലക്കടവിൽ നിന്നും വൈക്കം ബീച്ച് വരെയുള്ള 7 കിലോമീറ്റർ 2 മണിക്കൂർ 3 മിനിറ്റ് കൊണ്ടാണ് നീന്തി കയറിയത്. വളരെ നല്ല കാര്യം. ഇവിടെ നീന്താൻ പോലും അറിയില്ല. അയ്യോ, നല്ല കഴിവുള്ള 6 വയസ്സുള്ള കുട്ടിയൊക്കെ നീന്തി കിടക്കുന്ന. അതെ, അതും വേമ്പനാട്ട് കായൽ എന്നൊക്കെ പറയുമ്പോ വേമ്പനാട്ട് കായൽ. ഞാനിവിടെ ഒരു 6 പോലും ഇതിർന്നു. 6 വേണ്ട, തോട്. നമുക്ക് സ്പോർട്സിലേക്ക് പോകാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ISL കൊടിയേറി തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ISL ആദ്യ ജയം ചെന്നൈ സ്വന്തമാക്കിയിരിക്കുകയാണ്. ISL 11ാം സീസണിൽ ആദ്യ ജയം ചെന്നൈയിൻ FC-ക്ക്. ഒഡീഷ FC-യെ 2-നെതിരെ 3 ഗോളുകൾക്കാണ് ചെന്നൈയിൻ തോൽപ്പിച്ചത്. ഒഡീഷയ്ക്കായി ഇരട്ട ഗോളുകളുമായി ഫാറൂഖ് ചൗധാരി തിളങ്ങി. ആദ്യ പകുതിയിലെ ഒരു ഗോളിന്റെ ബലത്തിൽ ഒഡീഷയെ മുന്നിട്ട് നിന്നു. 9ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഡീഗോ മൗറീഷ്യ ഗോളാക്കി. എന്നാൽ 2ാം പകുതിയിൽ ചെന്നൈയിൻ 2 ഗോളടിച്ച് വമ്പൻ തിരിച്ചുവരവ് നടത്തി. 48-51 മിനിറ്റുകളിൽ ഫാറൂഖ് ചെന്നൈയിനെ മുന്നിലെത്തിച്ചു. എന്താണെങ്കിലും ചെന്നൈയാണ് ഇന്നത്തെ ISL-ലെ ആദ്യ വിജയം സ്വന്തമാക്കിയത്. അപ്പൊ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, തിരുവോണ നാളിൽ ഇന്ന് വൈകുന്നേരം കൊച്ചി ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് ഇറങ്ങും. ഇന്ത്യൻ സൂപ്പർ ലീഗ് 11ാം സീസണിൽ ഇതിന്റെ ആദ്യ പോരാട്ടത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. പഞ്ചാബ് FC-ക്കെതിരെയാണ് മത്സരം നടക്കുന്നത്. കല്ലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കിക്ക് ഓഫ്. എനിക്ക് തോന്നുന്നു ഓണത്തിന്റെ തിരക്കുകളെല്ലാം ആൾക്കാർ ഒരു 5 മണി കൊണ്ട് തീർത്തിട്ട് എല്ലാവരും ഇന്ന് കല്ലൂരിലേക്ക് പോകും. ഇന്ന് തിളങ്ങുമായിരിക്കും കല്ലൂരൊക്കെ. കല്ലൂർ ഞാൻ പോകുന്നില്ല, എനിക്ക് ജോലിയുണ്ട്, മാധ്യമപ്രവർത്തനം. എന്താണ് കല്ലൂരിൽ ആളുകളുടെ ഓണാഘോഷ പടയായിരിക്കും. മെട്രോ ഒക്കെ ഫുൾ ടൈം ഓണായിരിക്കും ഇന്ന്. കല്ലൂർ സ്റ്റേഡിയം നിറയും. എന്താണെങ്കിലും ഇന്ന് മത്സരം സെറ്റാണ്. കളി കാണാം. 7:30 കിക്ക് ഓഫ്. അവസാന 3 സീസണിലും പ്ലേ ഓഫ് കളിച്ച ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകൻ മൈക്കിൾ സ്റ്റാറിയുടെ നേതൃത്വത്തിലാണ് ഇറങ്ങുന്നത്. പുതിയ പരിശീലകൻ കഴിഞ്ഞ വർഷത്തേക്ക് നമ്മുടെ പരിശീലകൻ വിടവാങ്ങിയപ്പം സങ്കടം കൊണ്ടൊരു ഇതായിരുന്നു എല്ലാവർക്കും. അതാണ്. അപ്പൊ കുഴപ്പമില്ല, എന്താണെങ്കിലും സെറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കും. ഇപ്രാവശ്യം നമ്മൾ കപ്പടിക്കും, കലിപ്പിടക്കും. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഫുട്ബോളിൽ തന്നെ. പയ്യനാട് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 15,000-ലധികം ജനങ്ങളെ സാക്ഷിയാക്കി കാലിക്കറ്റ് FC മിന്നുന്ന പ്രകടനം. ഇതിനെതിരായ മലപ്പുറത്ത് മറുപടി 3 ഗോളുകൾക്കാണ് സൂപ്പർ ലീഗ് കേരളത്തിൽ ആദ്യ ജയം സ്വന്തമാക്കി. മലപ്പുറത്ത് ഫുട്ബോളിന്റെ കോട്ട എന്നറിയപ്പെടുന്ന മലപ്പുറത്തിന്റെ കോട്ടയിൽ കാലിക്കറ്റ് വിജയിച്ചു. കാലിക്കറ്റിന്റെ അഭിമാനമാണ്.
അതോ മലപ്പുറത്തിന് അപമാനമാണോ? എന്താണെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. എന്താണ് ജയിച്ച എല്ലാ ടീമുകൾക്കും ഒരു അഭിനന്ദനങ്ങൾ അല്ലേ? ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ സംസാരിച്ചായിരുന്നു. ഇന്നലെയാണ് നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഹോക്കി മത്സരം നടക്കുന്നത് പറഞ്ഞിരുന്നു. അത് അങ്ങോട്ടും ഇന്ത്യ ജയിച്ചു. നമ്മൾ എപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനുള്ള മത്സരത്തിൽ പലപ്പോഴും നമ്മൾ ഇന്ത്യ ജയിക്കാറുണ്ട്. അത് വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. എന്താണെങ്കിലും അതും അടിപൊളിയായിട്ട് നടന്നു. പ്രധാനപ്പെട്ട വാർത്തകൾ സ്പോർട്സ് ന്യൂസുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്കെ. അപ്പം നമുക്ക് എല്ലാവർക്കും ഓണ ആശംസകൾ നേർന്നുകൊണ്ട് പലരും വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും ഓണങ്ങൾ ആശംസിച്ചുകൊണ്ട് നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനൂപേട്ടായി എവിടെയാന്ന് ചോദിച്ചു. ഓണം ആഘോഷിക്കാൻ അനൂപേട്ടായി വീട്ടിലെത്തി. അനൂപ് സാർ ഇല്ലാതെ ഒരു പത്രവാർത്ത ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തിരക്കുകൾ നമുക്ക് അറിയായിരുന്നു. ഞങ്ങളെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയാം. അതുകൊണ്ട് കിട്ടു. പക്ഷെ പത്രവാർത്ത പായസമില്ലാതെ എന്ത് സദ്യ എന്ന് പറയുന്നത് പോലെയാണ് അനൂപേട്ട ഇല്ലാതെ എന്ത് പത്രവാർത്തയാണ് നമുക്ക് തന്നെ തോന്നുന്നത്. അനുപേട്ടനെ മിസ് ചെയ്യുന്ന നമുക്ക് ഉടനെ തന്നെ നമ്മൾ ചെത്തിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച മുതൽ അനുപേട്ട ഓക്കെ. ഓണാഘോഷം ഗംഭീരമാക്കുകയാണ്. ഞങ്ങളിവിടെ കമ്പനിയിൽ ഞങ്ങളിവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. നിങ്ങളും ഗംഭീരമാക്കുക. പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും എന്ന് ഒരാളത് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ കാണട്ടെ എന്ന് പറയുന്നുണ്ട്. എനിക്ക് സ്പെഷ്യലായിട്ട് ഹാപ്പി ഓണം തന്നിട്ടുണ്ട് ഒരാള്, മഞ്ജു. ഓക്കെ, മഞ്ജു താങ്ക് യു. ഞാനും തിരിച്ചു തന്നിരിക്കുന്നു. ഓക്കെ. അത് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തു. കവർ ചെയ്യാത്ത ഇഷ്ടം പോലെ വാർത്തകളുണ്ട്. അത് നമ്മുടെ സമയ പരിമിതി മൂലം സ്റ്റാർട്ട് ചെയ്തത്. അത് ഓണത്തിന്റെ ആയതുകൊണ്ടാണ്. നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക. മാത്രമല്ല നാളെ പത്രവാർത്ത ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഇന്ന് എല്ലാ പത്രങ്ങൾക്കും അവധിയാണ്. അതുകൊണ്ട് നാളെ പത്രവാർത്ത നാളെ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ വിഷമിക്കരുത്. എന്നെ ആയിരിക്കത്തില്ല, ചിലപ്പോ ജോസ്മിനെ ആയിരിക്കും. വിഷമം കാണും. അനുപേട്ടനും മിസ് ചെയ്യുന്ന. അപ്പൊ നാളെ കാണില്ലെന്ന് ഞങ്ങൾ വിഷമ സഹിതം പറയുന്നു. എന്നാലും എല്ലാവരും ഈ ഇന്നത്തെ ഓണം അടിച്ചു പൊളിക്കുക. ഭയങ്കര ISL കാണാൻ പോവുക, ടിവിയിലെ സിനിമ കാണാൻ പോവുക, വടം വലിക്കാൻ പോവുക. ടിവിയിലെ സിനിമ തിയേറ്ററിലെ സിനിമ കാണാൻ പോവാ. കിഷ്കിണ്ടാണ്ടം ARM രണ്ടും അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ നിങ്ങൾ ചെന്ന് കണ്ടാ തീരുന്ന പ്രശ്നമുള്ളൂ. അപ്പൊ ഭയങ്കരമായിട്ടുള്ള കിഷ്കിണ്ടാണ്ടത്തിനൊക്കെ ബോളിവുഡിൽ പോലും അത്യാവശ്യം പിടി കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സാറിന്റെ ഒക്കെ പ്രകടനം ഗംഭീരമാണ്. അപ്പൊ രണ്ടും പോയി കാണുക. എല്ലാരും ഓണം അടിച്ചു പൊളിക്കുക, സുരക്ഷിതമായിട്ടിരിക്കുക. എല്ലാവർക്കും വീണ്ടും ഞങ്ങളുടെ ടീമിന്റെ വക ഒരു തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ വിട പറയുകയാണ്. ബൈ.